ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുത്തേ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എടുത്തേ. 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് ഞാൻ ദൂതിലോട്ട് പോവാണ്. 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പം യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരോട് ഞാൻ പറയാം, നമ്മളിൽ ജീവിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലത്രേ ഞാൻ ജീവിക്കുന്നത്. പറയാ, ഞാൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാ. പക്ഷെ എന്നാൽ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. അടുത്തിരിക്കുന്നൊക്കെ കൈ കൊടുത്ത് പറ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കണം. എത്ര പേർ റെഡിയാണ്? യേശു ക്രിസ്തുവിലുള്ള. എനിക്ക് വിളിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ തടസ്സങ്ങളെല്ലാം ഇന്ന് തന്നെ വഴിമാറും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഓ ഹല്ലേലൂയ. നിന്നെ തകർക്കുന്ന എല്ലാ സ്പിരിറ്റും ഇന്നത്തെ ആരാധനയിൽ വഴിമാറും. പൗലോസ് പറയാ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, നിന്റെ വീടിനകത്ത് അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. നീ ഒരാൾ മതി പ്രാർത്ഥിക്കാൻ. നിന്നെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാൻ പലരും നോക്കുന്നുണ്ട്. വിട്ടുകൊടുക്കരുത്, പിടിച്ചു നിൽക്കണം വിശ്വാസത്തിൽ. പൗലോസ് പറയാ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതുമെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, സ്തോത്രം. ഒരിക്കല് 10th സ്റ്റാൻഡേർഡിൽ നിന്ന് +2 കയറിയ ഒരു മകന് പകുതിങ്കൽ വെച്ച് ചൊല്ലിദീനം വന്ന് പഠിത്തം നിർത്തി. ലോറി. പിന്നെ അവന് പഠിക്കാൻ പറ്റിയിട്ടില്ല. വില കൂടിയ ഗുളികകൾ കഴിച്ച് പകലും ഉറക്കം, രാത്രിയിലും ഉറക്കം. ഒരു ദിവസം അവിചാരിതമായിട്ട് ഫേസ്ബുക്കിനകത്തെ ഒരു ഷോർട്ട് മെസ്സേജ് കണ്ട് അവർ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഒരു പ്രയർ സെൻ്ററിൽ വന്നു. അതുവരെ എല്ലാവരും പറഞ്ഞ ഈ രോഗം ഭയങ്കര സീരിയസ് ആണ് എന്നാ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ഒരു സീരിയസും അല്ല. അവൻ്റെ തലയെ കൈവച്ചപ്പോൾ അലറി നിലത്ത് വീണു. അവൻ്റെ ദേഹത്ത് വ്യാപരിച്ച ദുർഭൂതം വിട്ടുപോയി. അന്ന് തൊട്ട് അവൻ്റെ ടാബ്ലറ്റുകൾ മാറ്റി അവൻ സൗഖ്യമാകാനിടയായി തീർന്നു. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അവരെ ചോദിച്ചു, പാസ്റ്ററെ, ഇനി ഞങ്ങൾ ഇവനെ കൊണ്ട് എന്തോ ചെയ്യാനാ? വിദ്യാഭ്യാസം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, വിശ്വസിക്ക്, നിങ്ങളുടെ മകന് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവം. അവരുടെ വീട് റോഡ് സൈഡിലാ. അവരുടെ വീടിന് മുമ്പിൽ ഗേറ്റ് പൊളിച്ചിട്ടൊരു കട വെച്ചു. ആ കടയ്ക്കകത്തൊരു ചെറിയ ബിസിനസ് തുടങ്ങി. ഇന്ന് അവന് പല ഭാഗത്തായിട്ട് 6 കടകളുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ 10 പൈസയും കൊണ്ട്, ദശാംശം കൊണ്ട് എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, കഴിഞ്ഞ മാസത്തെ ദശാംശമാ പാസ്റ്റർ. ചില ദൂരെ നിന്നാ വന്നേ. ഞാൻ എന്തിനാ? അമ്മ ഈ ദശാംശം തന്നിട്ട് എന്നോട് പറഞ്ഞു, മൂത്ത മോൻ ഗൾഫിലാ, അവന് പോലും ഇത്രയും ദശാംശം കൊടുക്കാൻ പറ്റിയിട്ടില്ല. വിശ്വാസത്തിന്റെ ശക്തിയാ. ഒരു വഴി നിനക്കില്ല, പക്ഷെ വഴി ഉണ്ടായി വരാൻ പോവാ. എന്നോട് ഒരൊറ്റ കാര്യം, ഇന്ന് സ്തോത്രകാഴ്ച കിട്ടിയതിൽ വിശ്വാസം പറയണം. ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ധൈര്യമുണ്ടോ? നിന്റെ ചുറ്റുപാടുകളുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ചങ്കൂറ്റത്തോടെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു പറയാൻ ധൈര്യമുണ്ടോ? അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം സംഭവിക്കുന്നത്. എനിക്കെന്തോ ഇനി വചനം കേൾക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറാകുക.
അവിടെ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകും. നോക്കിക്ക്, ആ സ്ത്രീ പറയുക, അവൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യമാവും. അവൾ ഒരു പുസ്തകത്തിലെ വാക്യം പഠിച്ചിട്ട് പറഞ്ഞല്ല, അവിടെ അകത്തെ വിശ്വാസമാണ്. അത് ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കണം. ഞാൻ സ്വാമി എനിക്ക് ആർക്കുമില്ലാത്ത വഴി എനിക്ക് തുറക്കുമെന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവനിൽ അത്ഭുതം നടക്കാൻ പോവാ. ഞാൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, വളരെ വേഗം മുമ്പോട്ട് പോകാം. അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്ത് പറ, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കണമെന്ന് പറ. പൗലോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു. ബാക്കി പറയാോ, വിശ്വാസം ഞാൻ കാത്തു. അപ്പൊ വിശ്വാസം എന്ത് ചെയ്യേണ്ടതാ? ചോർന്നു പോകാതെ കാക്കണം. പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസം പോവുമല്ലാണോ? ആണോ? ചെല്ലു പറയാം, എൻ്റെ പാസ്റ്ററെ ഞാനീ പ്രാർത്ഥിക്കാനൊക്കെ വന്നത് ഒരു പ്രശ്നവും വരത്തില്ലെന്നൊക്കെ വിചാരിച്ച അല്ല. ആ പ്രശ്നത്തിൻ്റെ നടുവിലും വിശ്വസിക്കണം. ദൈവം അത് ചെയ്യാൻ പോവാ. ഞാനൊരു സന്തോഷ വാർത്ത പറയാം. പ്രശ്നം കൊടുമ്പിരി കൊള്ളുമ്പോൾ മനസ്സിൽ പറഞ്ഞോണം, എന്തോ ഭയങ്കര കാര്യം നടക്കാൻ പോവാ. എന്തോ നീ ജനിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു മഹാത്ഭുതം നിന്റെ കാര്യത്തിൽ നടക്കാൻ പോവാ. സാഹചര്യം കണ്ട് നിരാശപ്പെടരുത്, ധൈര്യം ചോരരുത്. നീ വിശ്വസിക്കുന്ന പോലെ ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കും. ഇവിടെ പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. രണ്ടാമത് അവരുടെ നടുവിൽ പൗലോസ് പ്രഖ്യാപിക്കുക, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ 276 പേര് 14 ദിവസം പേടിച്ചത് നടക്കത്തില്ല. ഞാൻ ഇന്നലെ കേട്ടത് മാത്രം നടക്കും. ഒരാമയും വരുന്നില്ല. ഈ യോഗത്തിന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ലോകത്തിനറിയാത്തത് ദൈവം നിനക്ക് പറഞ്ഞു തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ചിലർ ചില ദേശം വിടാൻ പോവുക, ചിലർ ചില പട്ടണം വിടാൻ പോവുക, ചിലരെ ദൈവം ഒരു യഹോവത്ത് ഒരുക്കി തരാൻ പോവുക. ചിന്തിക്കാത്ത സ്ഥലത്ത് തമ്പുരാൻ ചിലത് ഒരുക്കാൻ പോവുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, നീ കേട്ടത് അതുപോലെ. അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ പിള്ളാരെ തരാം. പക്ഷേ സയൻസ് പറയുന്നു, സ്തോത്രം, ഇനിയും പിള്ളേരുണ്ടാകത്തില്ല. ഏത് വിശ്വസിക്കും? ദൈവം പറഞ്ഞത് വിശ്വസിക്കും. ക്ഷാമം കൊടികുത്തി വാഴുമ്പം പ്രവാചകൻ പറയാ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ഒരളവ് നടക്കാൻ പോവാ. എന്ത് വിശ്വസിക്കും? സാഹചര്യമല്ല, ദൈവത്തിൽ നിന്നുള്ളത് വിശ്വസിക്കണം. സഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവന്റെ ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം, അത് സംഭവിക്കുന്നിടം വരെ നീ മിണ്ടണ്ട. കാരണം നിന്റെ വാ കൊള്ളത്തില്ല, നിനക്ക് വിശ്വാസം വരാൻ അറിയത്തില്ല. വിശ്വസിക്കുന്നവൾ വീട്ടിൽ തുള്ളിച്ചാടും. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ദൈവത്തിന്റെ ദൂത് പറയാം. ദൈവത്തിന്റെ ദൂത് വിശ്വസിക്ക. അവൻ തിരുവായി കൊണ്ട് അരുളി ചെയ്യുകയും ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുകയും ചെയ്യും. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. പ്രധാന ഭാഗത്തേക്ക് വരിക. പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. 276 പറയാ, കപ്പൽ മറുകര കണ്ടിട്ടില്ല. അതിന് പറയാ, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ. എന്തോ അരുളി ചെയ്തെന്ന് കേൾക്കണം. സ്തോത്രം, ഹല്ലേലൂയ. 27-ാം അധ്യായം എടുത്തേ, 24-ാമത്തെ വാക്യം. പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറിന്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇതാ കേട്ടെ, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നിന്റെ കൂടെ ഉള്ള ഒരുവന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയത്തില്ല. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ച് പറയാം, സാഹചര്യമല്ല നടക്കുന്നത്, ദൈവം പറഞ്ഞതേ നടക്കൂ. എത്ര പേരാമയും പറഞ്ഞാട്ട്? സാഹചര്യമല്ല നടക്കുന്നത്, ദൈവം പറഞ്ഞതേ നടക്കൂ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
ഇപ്പൊ നീ കണ്ണിൽ കാണുന്നത് ഒന്നും നടക്കത്തില്ല. മുമ്പിൽ ഈശാനമൂലുണ്ട്, നിൽക്കുന്നില്ല. വല്ലാത്ത കാറ്റ്, കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവ് പറയുന്നു കാറ്റിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇതിന് 276 പേരുടെ തലയിലെ ഒരു മുടി പോലും താഴെ വീഴുകയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ദൂതല്ല നിൽക്കുന്നെങ്കിലും ഈ കപ്പലിലുള്ള എല്ലാവരുടെ ധൈര്യം ചോർന്നു പോയി. എന്തുവാ ധൈര്യം? ഒരാള് ഈ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, സങ്കീർത്തനത്തിനകത്താണ് പറഞ്ഞത്, 40-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം വായിച്ചിരിക്കുന്ന നല്ലതാണ്. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. വൈര് അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനായി തീർന്നിരിക്കുന്നു. വൈര് സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. ദാവീദ് പറയാ, ഞാനിപ്പോ എന്തുവായി? ധൈര്യഹീനനായി. ധൈര്യം എന്ന് പറഞ്ഞാൽ ധൈര്യം ചോർന്നു പോയി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് നമ്മുടെ ധൈര്യത്തെ എന്ത് ചെയ്യുക? ചോർത്തിക്കളയുക. നിങ്ങൾ നോക്കി, ഏത് വിഷയത്തിനും ധൈര്യപ്പെട്ട വിടുതല, അല്ലേ? ആ ധൈര്യം എവിടുന്ന് വരണം? ദൈവത്തിൽ നിന്ന് വരണം. ദാവീദ് മറ്റൊരു സംഗതി, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ബാക്കി പറ, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ചിലർക്ക് ചോദിക്കും, ഇവർക്ക് ഈ ധൈര്യം എവിടുന്ന? ഇത് ദൈവത്തിൽ നിന്ന് കിട്ടിയതാ. എവിടെ പോയപ്പോ? പ്രാർത്ഥനാമുറി വെച്ച് കിട്ടിയ ധൈര്യമാ. ഒരാമീൻ പറഞ്ഞാട്ട്, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ കൊതിച്ചവർ നോക്കി നിൽക്കാൻ നീ ചിരിച്ചോണ്ട് നടക്കുന്നെങ്കിൽ ഓർത്തോണം, അവർക്കില്ലാത്തൊരു ധൈര്യം നിന്റെ അകത്ത് ദൈവത്തിൽ നിന്നുണ്ടായി. ധൈര്യഹീനരായി തീരരുത്. 27-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ ദാവീദ് പറയുക, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ധൈര്യം വേണേ യഹോവയിൽ പ്രത്യാശ വെക്കണം. യഹോവയെങ്കിൽ പ്രത്യാശ വെക്ക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ധൈര്യപ്പെട്ടേ പോകാവൂ. നിന്നെ ധൈര്യഹീനനാക്കാൻ ചിലര് ശ്രമിക്കുന്നു, കഴിവില്ലാത്തവനാക്കാൻ ശ്രമിക്കുന്നു, വീട്ടിൽ കട്ടിലെ കയറി കിടത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ധൈര്യപ്പെട. എൻ്റെ അടുക്കൽ ഒരാളെ കിട്ടിയാൽ ഞാൻ അയാളെ ആദ്യം ചെയ്യുന്നത് ധൈര്യപ്പെടുത്തുക. ഹലോ, എന്തുവാ? ധൈര്യപ്പെടുത്തുക. ചിലരൊക്കെ കരഞ്ഞോണ്ടാ വരുന്നത്, 5 മിനിറ്റ് ചിരിച്ചോണ്ട് പോവും. എന്താ കാര്യം? അവർ ധൈര്യപ്പെട്ടു. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചില ഈ ദൈവമക്കളോടൊരു ദൂതി ഞാൻ പറയാം. സദൃശവാക്യം 14-ാം അധ്യായം 16-ാമത്തെ 26-ാമത്തെ വാക്യത്തിലുണ്ട്, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തൻ എന്തോ ഉണ്ട്? ദൃഢധൈര്യം. ഈ പ്രസംഗമെല്ലാം നിന്നെ ധൈര്യപ്പെടുത്താനാ. ദൈവം ഏതൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ആദ്യം ചെയ്യുന്ന ആ വ്യക്തിയെ ധൈര്യപ്പെടുത്തുക. ധൈര്യമില്ലാത്ത ഒരാൾക്ക് ഉപദേശിയായിട്ടിരിക്കാൻ പോലും പറ്റത്തില്ല. ഒരു നല്ല പാസ്റ്ററാകണേ എന്തോ വേണം? ഒരു നല്ല കുടുംബനാഥനാന്നേ എന്തോ വേണം? ഒരുത്തം വീട്ടുമുറ്റത്ത് വന്ന്, ആരോടാ ഈ വീട്ടിലെ നായകൾ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് ബെഡ്റൂമിൽ കയറി വാതിലടിച്ച് ഭാര്യയോട് എന്ന് പറയാം, ഞാനിവിടെ ഇല്ലെന്ന് പറയാൻ പറയുന്നാന്നോ? പറ. കണ്ടില്ലേ? ചില വീട്ടിൽ ചെല്ലുമ്പം അച്ചായന്മാർ മിണ്ടത്തില്ല, അമ്മമാരെ വർത്താനം വന്ന പാസ്റ്റർമാരെല്ലാം കുറ്റം പറയും. അച്ചായൻ മിണ്ടിയില്ലേ, അമ്മമ്മ മിണ്ടായിരിക്കാൻ പറ്റുമോ? പറ. അമ്മാമ്മയുടെ മിണ്ടായിരുന്നാലോ? നമ്മൾ പറയുന്നേ, ഉള്ള ന്യായം പറയണ്ടേ? അച്ചാൻ ഭയങ്കര പേടിത്തൊണ്ടനാ, എന്നാ അമ്മാമ്മയുടെ കേട്ടോ. ഒരു നല്ല ഗ്രഹനാഥന് ധൈര്യം വേണം, ഒരു നല്ല ലീഡർക്ക് ധൈര്യം വേണം, ഒരു നല്ല പാസ്റ്റർക്ക് ധൈര്യം വേണം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക, നിന്റെ ധൈര്യം ചോർത്തുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ധൈര്യഹീനനാകരുത്. ധൈര്യപ്പെടണം. മോശയുടെ കാലശേഷം യോശുവയെ ദൂതേൽപ്പിക്കുമ്പോൾ ദൈവം പറയുക, ഇസ്രായേലിനെ മിസ്രൈമിൽ കൊണ്ടുവന്നത് മോശയാ, കനാൻ നാട് വിഭജിച്ചു കൊടുക്കണം. ദൈവം പറഞ്ഞ കേട്ടോ, നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. ദൈവത്തിന് വേണ്ടത് ഒരു കാറ്റടിക്കുമ്പം അങ്ങോട്ട് മറിയുന്ന വിശ്വാസിയും, ആരാണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറയുന്ന വിശ്വാസിയും, തൊട്ടാവാടി വിശ്വാസി ഒന്നും ദൈവത്തിന് വേണ്ട.
ദൈവത്തിന് വേണ്ടത് ധൈര്യശാലികളെയാ. എലിയ പറയാൻ, ഞാൻ ഒറ്റയ്ക്കേ വിടുള്ളൂ. 850 കള്ളപ്രവാചകന്മാർ അഗ്നിദേവനെ ഇറക്കിക്കോ, പക്ഷെ ഞാനിവിടെ നിൽക്കുന്ന കാലത്തോളം ഒരഗ്നിദേവനും വരികയില്ല. ഓ ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ധൈര്യപ്പെട്ടേ പോകാവൂ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ്. മെലിത്ത ചെന്നപ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ ചീറ്റിക്കൊണ്ട് വരിക. പൗലോസ് പറഞ്ഞു, എൻ്റെ ദൈവമേ സ്തോത്രം സ്തോത്രം, പാമ്പ് വരുമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇതിലൂടെയൊക്കെ ഇറങ്ങി എന്നൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞോ? കൈയൊക്കെ പൗലോസ്, അയ്യോ എല്ലാവരും പ്രാർത്ഥിച്ചോ. പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ, എമർജൻസി പ്രയർ. പൗലോസ് എന്ന അപ്പോസ്തലനെ പാമ്പ് കടിച്ചിരിക്കുന്നു. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ധൈര്യമില്ല, ഇതിനൊന്നും ഇറങ്ങരുത്. മിണ്ടുന്നില്ല. നിനക്ക് വാഗ്ദത്തം തന്നു, മരണകരമായ യാതൊന്ന് കഴിച്ചാലും കടിച്ചാലും കുടിച്ചാലും ഹാനി വരികയില്ല. നല്ലൊരു ആമയും പറഞ്ഞാണ്. ധൈര്യപ്പെട്ടോണം. ഒരു ആമയും വരുന്നില്ല. നീ എൻ്റെ വേലയ്ക്ക് ഇറക്കുമ്പോൾ 2 ചെരുപ്പ് 2 പൊക്കോണം ആമി ഉടുപ്പ് ഒന്നും വേണ്ട, എല്ലാം ഞാൻ കരുതാം. ധൈര്യം വേണം, ദൈവം അത് കരുതും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയാം, ധൈര്യഹീനരാകരുത്. പൗലോസിന്റെ കയ്യെ പാമ്പ് കയറി ചുറ്റിയപ്പോ മറ്റേ കയ്യെ പിടിച്ചോണ്ട് പ്രാർത്ഥീര്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഈ വിഷം പോവും എന്നൊന്നുമല്ല. ആണോ? ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഭയങ്കര പോരാട്ടം. പാസ്റ്ററെ പ്രാർത്ഥീര്, പ്രാർത്ഥിച്ച് കുറച്ച് ഉപ്പ് താ പാസ്റ്ററെ, പ്രാർത്ഥിച്ച് കുറച്ച് വെള്ളം താ പാസ്റ്ററെ, പ്രാർത്ഥിച്ച് കുറച്ച് എണ്ണ താ പാസ്റ്ററെ എന്ന് പറഞ്ഞുകൊണ്ട് 1 ലോറി ഉപ്പുമായിട്ട് വരുന്നത്. പണ്ടൊരാളോട് അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. ഇവരുടെ കൃഷി നന്നാവുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലെ കിച്ചണിൽ പോയി ഒരു 2 സ്പൂൺ ഉപ്പ് എടുത്തേച്ച് പറഞ്ഞു, ഇത് കൃഷി സ്ഥലത്ത് കൊണ്ടിട്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു പെട്ടിയോട്ടം നിറച്ച് ഉപ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നേക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ? പ്രാർത്ഥിച്ച് മൊത്തം ആ ഇട്ടടം മൊത്തം നന്മയാണ്, അതുകൊണ്ട് മൊത്തം എടുത്തോ ഉപ്പിടാൻ. പിന്നെ പെട്ടിയോട്ടയൊക്കെ ഉപ്പ് പ്രാർത്ഥിക്കുന്നില്ലേ എൻ്റെ ജോലി. ഇങ്ങോട്ട് നോക്കേ, ഇവിടുത്തെ കാര്യം എന്താണെന്നറിയാം? ഒരു നിയോഗപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇടമിണ്ടുന്നില്ല. പോട്ടെ, ഞാൻ ആ ഭാഗം ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്. ഞാൻ ദൂതിലോട്ട് വരുവാ. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ധൈര്യപ്പെടണം. നിങ്ങളുടെ ധൈര്യം ചോർന്ന് പോകരുത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്? സാത്താൻ്റെ വലിയ പരിപാടിയാണ് നിങ്ങളെ ധൈര്യഹീനനാക്കി തീർക്കുക. അല്ല, ധൈര്യപ്പെടണം. ഇന്നിവിടുന്ന് പോകുന്നവരെ ധൈര്യപ്പെടണം. നിന്റെ ലൈഫിൽ എന്തോ വലിയ കാര്യം നടക്കാനുണ്ട്. ഒന്ന് ധൈര്യപ്പെട്. രോഗത്തെ ചെറുതായിട്ട് കാണ്, യേശുവിനെ വലുതായിട്ട് കാണ്. സ്തോത്രം. യഹോവ ഭക്തൻ എന്തുണ്ട്? ദൃഢധൈര്യം. ഇനിയും ധൈര്യം ചോർന്നു പോകുന്നത് എങ്ങനെയാണെന്നറിയോ? സ്തോത്രം. ധൈര്യം ചോർന്നു പോകുന്നവർ കൈവെക്കാനൊക്കെ പറഞ്ഞ് ഇവിടെ മൊത്തം കൈയും പൊക്കുന്നതുകൊണ്ട് ഞാൻ ചോദിപ്പിക്കുന്നില്ല. ഈ ധൈര്യം ചോർന്നു പോകുന്നത് സദൃശ്യവാക്യം എടുത്തേ, 15-ാമത്തെ എടുത്തേ, 13-ാമത്തെ വാക്യം. അതിൻ്റെ ഒടുവിലത്തെ ഭാഗം വായിച്ചാലും മതി. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വ്യസനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദുഃഖം. ഹൃദയത്തിൽ ദുഃഖം കൊണ്ട് നടന്ന ധൈര്യം തന്നെ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന ചോദിച്ചാൽ ഹൃദയത്തിൽ ദുഃഖം ഉണ്ടോ എന്ന് ചോദിച്ചേ. പുറകെ ചോദിക്കുന്നില്ല. അടുത്തിരിക്കുന്ന ഹൃദയത്തിൽ ദുഃഖമുണ്ടോ? എന്നാൽ ധൈര്യം ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഹൃദയത്തിൽ എന്ത് കൊണ്ട് നടക്കാൻ പാടില്ല? ദുഃഖം. ചില യോഗത്തിന് പോലും ഇരുന്നത് ചിരിക്കത്തില്ല. എൻ്റെ ബ്രദറെ, ഉരുകിയാ ജീവിക്കുന്നത്. എന്നിട്ട് ഒരു ഉരുക്കം കാണുന്നില്ലല്ലോ. തൂക്കം 5 കിലോ കൂടുക, ഉരുവാന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഞാൻ ദൂതിലോട്ട് വരിക. എൻ്റെ ബ്രദറെ, ഭയങ്കര ടെൻഷനാണ്ട് ഇന്നലെ അങ്ങ് ഉറങ്ങിപ്പോയെന്ന്. എന്നോടൊരാൾ പറയാം, ഭയങ്കര ടെൻഷൻ കൂടി ഉറങ്ങുമോ? മൈൻഡ് ഓഫ് ആകത്തില്ല. ചുമ്മാ അങ്ങ് ഒരു ടെൻഷൻ കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ 7 മണിക്കാണ് എഴുന്നേറ്റേന്ന്. ടെൻഷനുള്ളവൻ ഉറങ്ങാനായിട്ട് പഞ്ചായത്ത് മൊത്തം നടക്കുക, എന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം അവിടെ എഴുതിയിരിക്കുക, സ്തോത്രം, ഹൃദയത്തിലെ വ്യസനം കൊണ്ട് ധൈര്യം ക്ഷയിച്ചു പോകും. ഹൃദയത്തിലെ ദുഃഖം. ആരെങ്കിലുമൊക്കെ ദുഃഖം മനസ്സിലെടുത്ത് ആലോചിക്കുന്നവരുണ്ടെങ്കിൽ, ഈ നമുക്ക് തന്നെ കൃപയിൽ ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയോ? മറക്കാനുള്ള കൃപ. എന്തുവാ? ഈ ഞാൻ എന്നെയൊക്കെ ചില ആൾക്കാരൊക്കെ ചിലത് പറഞ്ഞു ഒന്നും എൻ്റെ ഓർമ്മയെ പോലും ഇല്ല. മിണ്ടുന്നില്ല. പക്ഷെ ചിലർക്ക് ഈ 1-ാം ക്ലാസ്സിലെ കല്ലുമുട്ടായി പറക്കിയ കാലത്തും അപ്പുറത്തെ ഇന്ദു എൻ്റെ 3 കല്ലുമുട്ടായി കൊണ്ടുപോയി, സ്വതന്ത്രം ഇന്നും ഞാൻ മറന്നിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്.
എനിക്കൊന്ന് 19 വയസ്സുള്ള ഒരു അപ്പച്ചൻ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്ന് ഒരിക്കൽ പറഞ്ഞു, 10ാം ക്ലാസ്സിൽ തോറ്റപ്പോൾ തുടങ്ങിയ പോരാട്ടമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, അടുത്ത അച്ഛ ചാകാനിരിക്കുന്ന അച്ഛൻ ഈ പോരാട്ടത്തെ വിടുന്നില്ലല്ലോ. പൗലോസിനെ പാമ്പ് കൊത്തിയെന്നെ പൗലോസ് ആ പാമ്പിനെ ഒന്ന് കുടഞ്ഞതേ ഉള്ളൂ, അല്ലാതെ 10 കൊല്ലം പാമ്പേ, മാറുപാമ്പേ, പാമ്പേ, പിശാചേ എന്ന് പറഞ്ഞ് 10 കൊല്ലം നിന്നില്ല. പിടികിട്ടിയോ? ധൈര്യപ്പെടുക. കപ്പല് പോയി, ധൈര്യപ്പെടുക. പൗലോസ് പറയാ, എന്നെ ഇവിടെ എന്തോ നന്മ കിടപ്പുണ്ട്. ഇന്ന് മകൾ പാമ്പല്ല വിഷയം, അതിനപ്പുറത്ത് നീ കാണാത്ത എന്തോ ഒരു നന്മ കിടപ്പുണ്ട്. യഹോവ ഭക്തന് ദൃഢധൈര്യം. ധൈര്യപ്പെട. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തു, ഒന്ന് ധൈര്യപ്പെടാൻ പറ. എല്ലാം നടക്കും, എല്ലാം നടക്കുമെന്നേ. ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയോ, വാസ്തവ കുറേ നാളോട് നടക്കും, ഒന്നും നടക്കുന്നില്ല, പണം മിണ്ടുന്നില്ല. ഞാൻ ഇപ്പോഴും പറയും നടക്കും. ഞാൻ ചാകുന്നതിന് 5 മിനിറ്റ് മുമ്പേ അവരെ പറയും നടക്കുമെന്ന്. എനിക്ക് നടക്കത്തില്ലെന്ന് പറയാൻ അറിയത്തില്ല, എൻ്റെ പുസ്തകത്തിൽ അതില്ല. എല്ലാം നടക്കും, എല്ലാം നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്കെന്തോ ദൈവാത്മാവ്, യഹോവ ഭക്തൻ എന്തോ ഉണ്ട്, ദൃഢധൈര്യം. എല്ലാവരും കൂടെ പറഞ്ഞു, എന്തുവാ ദൃഢധൈര്യം? എന്തുവാ? എല്ലാവരും പറയുന്നില്ലല്ലോ, സൗണ്ട് കുറവാന്നല്ലോ. യഹോവ ഭക്തൻ എന്തോ ഉണ്ട്, ഉറക്കപ്പറ. ദൃഢധൈര്യം എന്ന് പറഞ്ഞാൽ നീ തോക്കത്തില്ലെന്നുള്ള ധൈര്യം, വിജയിക്കുമെന്നുള്ള ധൈര്യം, അത്ഭുതം കാണുമെന്നുള്ള ധൈര്യം. അപ്പൊ ഹൃദയത്തിൽ ദുഃഖം കൊണ്ട് നടന്നാൽ എന്തോ ചെയ്യും? ധൈര്യം ഇങ്ങനെ ക്ഷയിച്ചു പോകും. എപ്പോഴും ഇങ്ങനെ കരഞ്ഞു നടക്കുക. അച്ഛാ അത്ഭുതം നടക്കും. ഓ അത്ഭുതം, ധൈര്യം പോയി. എന്നാ ഹൃദയ സന്തോഷമൊക്കെ ഉണ്ട്, അത്ഭുതം നടക്കും. ആമേൻ, എനിക്ക് വേണ്ടി കർത്താവ് വധിച്ചേ. അതിനാ ഈ ഹൃദയത്തിലെ ദുഃഖം കളയണം. ഇനി അടുത്തൊരു കാര്യം കൂടെ കേട്ടോ. നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്ന് എടുത്തേ, 6-ാം അധ്യായം എടുത്തേ, 9-ാമത്തെ വാക്യം. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. 2-ാമത്തെ കാര്യമാണ്, ഭയമകത്ത് കയറിയാൽ ധൈര്യം ക്ഷയിച്ചു പോകും. ഞങ്ങൾ പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു പട്ടാളക്കാരൻ അച്ചാനുണ്ട്. അച്ചാനും ഞങ്ങളും കൂടെ ക്രിസ്മസ് കരോളിന് പോയി. ഈ വീടുകളെല്ലാം കയറി ഇറങ്ങി പാട്ടുപാടി പിരിക്കാനായിട്ട്. എൻ്റെ ചെറുപ്രായത്തിലാണ് കേട്ടോ. അപ്പം രാത്രി 2:30 ഈ ക്രിസ്മസ് കരോളെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി എല്ലാവരും വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഏറിയാലോട്ട് ഞാനും അച്ഛനേ ഉള്ളൂ. അച്ഛൻ പട്ടാളക്കാരനാണേ. ഇത്രയും നിലൂടെ ടോർച്ചുണ്ട്. അച്ഛൻ ടോർച്ച് അടിക്കുന്നത് ഇങ്ങനെ, ഒരു കയ്യെ പിടിച്ചുകൊണ്ട് എന്നെയും കറങ്ങുക. ഞാൻ പറഞ്ഞു, എന്നെ പൊന്നച്ഛ എന്നെ വിട്. അല്ല ബ്രദറെ, മോനെ വെല്ലൂരും ഉണ്ടോ ഇങ്ങനെ കറങ്ങി ആ പുള്ളിയുടെ കൂടെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഊപ്പാട് തീർന്നു. 2 മണിക്ക് തിരിച്ച് 2:30 വീട്ടിൽ വരണ്ട. ഞങ്ങൾ 3:30 വരെ പുള്ളി കറങ്ങിയില്ല, അടിക്കില്ല ഇങ്ങനെ. ഇവനെ എങ്ങനെ പട്ടാളത്തിൽ എടുത്തെന്നുള്ളതാ മിണ്ടുന്നില്ല. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കോളിമ്പല്ലടിച്ച് അവിടുത്തെ അമ്മാമ്മ ഇറങ്ങും. ഞാൻ കൈ ഉപ്പിച്ച് പറഞ്ഞു, ഈ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നതിന് ഒരു പ്രത്യേക അവാർഡ് ആൻറ്റിക്ക് എന്നേലും ഞാൻ തരും. അതെന്നാ? പുള്ളി കറങ്ങി അടിച്ച 30 മിനിറ്റ് കൊണ്ട് വരണ്ട എന്നെ 1.5 മണിക്കൂറുണ്ട് ഇവിടെ എത്തിച്ച്. പുള്ളി ചിരിച്ചോണ്ട് പറയാം, മോനെ നീ ഇത്രയെല്ലാം അനുഭവിച്ചല്ലോ, ഞാൻ എത്ര നാളുകൊണ്ട് അനുഭവിക്കുക. ധൈര്യം പോയാൽ ഭയങ്കര പ്രശ്നമാണ്. ചിലരുടെ 10 പൈസയില്ല, പക്ഷെ ഭയങ്കര ധൈര്യ. ചിലർക്ക് ഈ ദാവീദിന്റെയൊക്കെ ധൈര്യം കണ്ടോ, 39 ദിവസം വെല്ലുവിളിച്ച് പടക്കളത്തെ വിറപ്പിച്ച മല്ലൻ്റെ ദിക്കിലോട്ട് ഇറങ്ങി ചെന്ന് പറയാം, പേടിക്ക് വേണ്ട, അവൻ്റെ കാര്യം. നമ്മൾ ഒരു വാക്യം വായിക്കണം. ശമൂവേൽ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കണം. ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും ഒരു വാക്യം അതിനൊന്ന് ബന്ധപ്പെട്ടൊന്ന് വായിക്കണം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 32-ാമത്തെ വാക്യം. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട. ശൗൽ രാജാവിനോട് ദാവീദ് പറയുക, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട, നിങ്ങൾ ആരും അധൈര്യപ്പെടണ്ട. അടിയൻ ചെന്ന് ഈ കാര്യം ഞാൻ ഏറ്റു. ധൈര്യം കണ്ടോ?
39 ദിവസമായിട്ട് ഇസ്രായേലിനെ ഇങ്ങനെ വിറപ്പിക്കുന്ന പുള്ളിയുടെ ഒരു കൊച്ചി ഇറക്കാൻ വേണ്ടേ, ഇവൻ്റെ കാര്യത്തിൽ അധൈര്യപ്പെടണ്ട, ഇവൻ്റെ കാര്യം ഞാൻ ഏറ്റു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 25. 27-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ധൈര്യം ചോർന്നു പോയ ഒരു വലിയ കൂട്ടത്തിൻ്റെ നടുവിൽ ദൈവത്തിൽ നിന്നൊരു ധൈര്യം സ്വീകരിച്ചുകൊണ്ട് ധൈര്യം ചോർന്നു പോകുന്നവരെ ധൈര്യപ്പെടുത്തുന്നൊരു ചിത്രമാണ് ഈ വചനത്തിനകത്ത് വെളിപ്പെട്ടിരിക്കുന്നത്. ഇതൊരു കപ്പൽ യാത്രയാണ്. 276 പേരടങ്ങുന്നൊരു സംഘം ഈ കപ്പലിനകത്തുണ്ട്. പകലും രാത്രിയും അവരാ കപ്പലിൽ പാർക്കുകയും കപ്പലിൽ ഭക്ഷിക്കുകയും കപ്പലിൽ ഉറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കര വിട്ടു മറുകരയിൽ എത്തിയിട്ടില്ല. അതിനിടയിൽ നീണ്ട 14 ദിവസം സൂര്യചന്ദ്രന്മാരെ കാണാതെ പ്രകൃതിക്ഷോഭങ്ങൾക്കകത്ത് അവർ വല്ലാതെ കുടുങ്ങിയെന്ന് ഈ വാക്യത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. സ്തോത്രം. രക്ഷപ്പെടുമെന്നുള്ള ആശ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ എല്ലാവരുടെയും ധൈര്യം ചോർന്നു പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥനാ മുറിയിൽ ധൈര്യം സ്വീകരിച്ച ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരോട് പറയുക, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 14 ദിവസം എന്തൊക്കെ ലൈഫിൽ സംഭവിക്കുമെന്ന് ചിന്തിച്ചു കൂട്ടിയോ അതൊന്നും സംഭവിക്കത്തില്ലെന്ന് ജനത്തെ ധൈര്യപ്പെടുത്തുകയാണ്. കൺമുമ്പിൽ കാണുന്ന പ്രതിസന്ധികളോ കൺമുമ്പിൽ കാണുന്ന പ്രതികൂലങ്ങളോ ഭാരപ്പെടരുത്. ദൈവം ചെയ്യാൻ പോകുന്നത് വേറെ വഴികളാണ്. 3 ആശയങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. ഒന്ന്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ വിശ്വസിക്കുന്ന പൗലോസിൻ്റെ ഒരു ചിത്രം ഇതിൽ കാണാം. 2, ഞാൻ കേട്ടതുപോലെ എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കുമെന്ന് ദൈവശബ്ദത്തെ മാത്രം വിശ്വസിക്കുന്ന ഒരു പൗലോസിനെ കാണാം. 3, ധൈര്യം സ്വീകരിച്ച് ധൈര്യം ചോർന്നവനെ ധൈര്യപ്പെടുത്തുന്ന ഒരു പൗലോസിനെ കാണാം. ഈ 3 ചിത്രമാണ് ഈ വാക്യത്തിനകത്തുള്ളത്. ഈ യാത്രയ്ക്ക് മുമ്പ് പൗലോസ് എന്ന ദൈവമനുഷ്യൻ ആത്മക്കണ്ണുകളിലൂടെ അവരോട് പറഞ്ഞു, ഇപ്പോൾ യാത്ര ചെയ്യരുത്, കാരണം യാത്രയിൽ വലിയ കഷ്ടനഷ്ടങ്ങൾ കാണുന്നുണ്ട്. സ്തോത്രം. ഞാൻ എപ്പോഴും ഒരു ദിവസം ഈ കാര്യം പറയാം. നമുക്കൊരു തുടക്കം വരുമ്പം സ്തോത്രം, ദൈവത്തോട് ചോദിക്കുന്നൊരു ദൈവം ഇതിൽ തിരിച്ചറിയും. തടസ്സങ്ങളുണ്ടെങ്കിൽ തിരിച്ചറിയും, പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ തിരിച്ചറിയും. അതെല്ലാം പ്രാർത്ഥനയാൽ നീക്കുപോക്കുണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ഒരു വിഷയത്തിന് തടസ്സം കണ്ടാൽ ഓർത്തോണം, പ്രാർത്ഥനയിൽ ആ തടസ്സത്തിന് നീക്കുപോക്കുണ്ടാക്കണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്കൊരു തടസ്സമുണ്ടെന്ന് തോന്നിയാൽ തള്ളിക്കളയരുത്, പ്രാർത്ഥനയിൽ അതിന് നീക്കുപോക്കുണ്ടാക്കണം. ചില ഒഴിവുകഴിവുകൾ കർത്താവ് തരാൻ പോകുകയാ. ഒഴിഞ്ഞു പോകേണ്ടതെല്ലാം ഒഴിഞ്ഞു പോകാൻ പോവുക. സംഭവിപ്പാനുള്ള സകലതും ഒഴിഞ്ഞു പോകേണ്ടതിന് സദാകാലത്തും പ്രാർത്ഥിച്ചും ഉണർന്നു വിരുന്നു കൊള്ളാൻ വേദപുസ്തകം എഴുതി വച്ചിരിക്കുന്നത് പോലെ നിന്റെ ജീവിതയാത്രയ്ക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകട്ടെ. ആ യാത്ര 276 പേരടങ്ങുന്ന സംഘം യാത്ര തിരിച്ചു. ആദ്യത്തെ വാക്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. 13-ാമത്തെ വാക്യത്തിൽ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവരുടെ യാത്രയ്ക്ക് മുമ്പിൽ ഒരു ചെറിയ തെക്കൻ കാറ്റ് വീശി. അപ്പം അന്നേരം ഇത് വിചാരിച്ചു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോകാൻ പറ്റും. പക്ഷേ 14-ാമത്തെ വാക്യത്തിൽ എത്തിയപ്പോ കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ്, നിലനിൽക്കുവാൻ കഴിയാത്ത ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അവർക്ക് നേരെ ആഞ്ഞു വീശി. ഞാനൊരു കാര്യം നിങ്ങളോട് തുടക്കത്തിലേ പറയാം. സ്തോത്രം. ഒരു കുഴപ്പവുമില്ലാതെ ആരംഭിച്ച തുടക്കങ്ങളെ വഴിമധ്യത്തിൽ അരുതാത്ത പലതും തലപൊക്കി വരിക. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം വരിക, ഇതൊന്നും വരണ്ടിട്ട് വന്നതല്ല, ഈ വന്നതിൻ്റെ പിമ്പിലെല്ലാം ഒരു ദൈവപ്രവൃത്തിയുണ്ട്. എത്രയെത്ര സ്വപ്നം കണ്ട് ആരംഭിച്ച ജീവിതം വഴിമധ്യത്തിൽ വല്ലാത്ത കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശിയത് നിമിത്തം ഇന്ന് ഒലഞ്ഞു മറിഞ്ഞു പോകുന്നെങ്കിൽ ദൈവം നിന്നോട് പറയാ, പേടിക്കണ്ട, അതിനകത്തും നിനക്ക് നീക്കുപോക്കുകളുണ്ട്.
ഇച്ചിരൂടെ ഗഹനമായി ഈ വാക്യത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുകയാണ്, അതിന് വിരോധമായി ഈശാന മൂലനെന്ന കൊടുങ്കാറ്റടിച്ചു. 15-ാമത്തെ വാക്യം, കപ്പൽ കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം, കപ്പൽ കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. കേട്ടോ, ഇപ്പൊ ഇവർക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാ. കപ്പൽ കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാതെ പാസ്റ്റേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതിന്റെ നടുവിലാണ് ദൈവത്തിലുള്ള വിശ്വാസം തലപൊക്കണ്ടി. പിടിച്ചു നിൽക്കാൻ വയ്യാത്ത സാഹചര്യം ആർക്കെങ്കിലും മുമ്പിൽ ഉണ്ടെങ്കിൽ നീ മുഖം കുനിച്ച് തല താഴ്ത്തി ഇരിക്കരുത്. നീ വിശ്വസിക്കണം. നീ അവിടെയാണ് നിന്റെ വിശ്വാസം. എല്ലാം ഉള്ളപ്പോ വിശ്വസിക്കാൻ ആർക്കും കഴിയും. ഒന്നുമില്ലാത്തപ്പോ പൗലോസ് പറയാ, ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. അടുത്തിരിക്കുന്നൊക്കെ കൈ കൊടുത്ത് ചോദിച്ചേ, നിന്റെ ദൈവത്തെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചേ. സ്തോത്രം. അല്ലെ, പ്രസംഗം കേട്ടു പോയാൽ പോരാ, വിശ്വസിക്കാൻ പഠിക്കണം. സ്തോത്രം. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഒരു കര വിട്ടു മറുകരയിൽ എത്തിയിട്ടുമില്ല. ഇതിൻ്റെ നടുവിൽ 276 പേരുടെ ധൈര്യം ചോർന്നുപോയി. ഒരുത്തൻ മാത്രം എഴുന്നേറ്റ് എന്ന് പറയുക, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗസംഖ്യ ഉണ്ടെങ്കിലും അവർക്കാർക്കുമില്ലാത്ത വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടാകണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയാ, സാഹചര്യമല്ല സംഭവിക്കാൻ പോകുന്നത്, നീ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. സാഹചര്യങ്ങളല്ല സംഭവിക്കാൻ പോകുന്നത്. എനിക്കെന്തോ ദൈവാത്മ, നിന്റെ അകത്തെ വിശ്വാസം എപ്പോൾ തലപൊക്കുന്നോ അപ്പോൾ സാഹചര്യം വഴിമാറിത്തരും. സ്തോത്രം, സ്തോത്രം. എനിക്ക് ഒരു ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, വിശ്വാസം കൊണ്ട് ചില ദിവസങ്ങളിൽ ജയിക്കാൻ പോവാ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, വിശ്വാസം കൊണ്ട് ജയിക്കാൻ പോവാ. സ്തോത്രം. ഒരിക്കല് നേഴ്സിംഗ് പഠിക്കാൻ പോകാനായിട്ട് ഒരു പെൺകുട്ടിക്ക് ബാങ്കിൽ നിന്ന് ലോൺ വേണം. ഭാര്യയ്ക്ക് KSFയിൽ ഒരു ജോലിയുണ്ട്. അതായത് ഇദ്ദേഹത്തെ, ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക്. അവിടെ ചെന്നപ്പം വേറെ ആർക്കോ പുള്ളിക്കാരത്തി വന്ന് ജാമ്യം നിന്നത്, അവരടച്ചിട്ടില്ല, അതുകൊണ്ട് ലോൺ കിട്ടുകയില്ല. ബാങ്കിൽ ചെന്നപ്പം മാനേജർ പറഞ്ഞു, സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുക്കാം, അതും കിട്ടിയില്ല. സ്തോത്രം. ഒരു വഴിയില്ലാതെ ഒരു ദിവസം ഈ KPS മനോഹോളി വന്നു. എൻ്റെ ഇടയ്ക്ക് കുറച്ചു നേരം വർത്താനം പറയാൻ വന്നു. വർത്താനം പറയാൻ വന്നത് എന്തിനാണെന്നറിയോ? മോള് ഇനി നേഴ്സിങ്ങിന് പോകാൻ പറ്റത്തില്ല, ഇവിടെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഒരു വഴി തുറന്നു കിട്ടാനൊന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ ആ അമ്മയോട് ചോദിച്ചു, അമ്മേ, 2 ബാങ്ക് ലോൺ തരത്തില്ലെന്നും KSF ലോൺ തരത്തില്ലെന്നും ഒക്കെ പറഞ്ഞപ്പം അമ്മയുടെ വിശ്വാസത്തിൻ്റെ പുസ്തകം മടക്കി മേളി വെച്ചോ? അമ്മയ്ക്കൊന്ന് വിശ്വസിക്കാവോ? ഇതൊന്നുമില്ലാതെ നിന്റെ മോക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള വഴി ഉണ്ടാകുമെന്ന് അമ്മ വിശ്വസിക്കാമോ ദൈവത്തെ? ഞാൻ ചില അനുഭവങ്ങൾ ചുരുളടിച്ചിടുന്നത് എന്തിനാ? ആരോടോ ദൈവാത്മാവ് പറയുക, ഇറങ്ങിത്തിരിച്ചു കര കാണാൻ കഴിയാതെ നടുക്ക് നിന്നെ കറക്കുന്ന ഈശാനമൂലന്റെ മേൽ ദൈവത്തിനോട് പ്രവൃത്തി ചെയ്യാനുണ്ട്. നിന്റെ വിശ്വാസം ഉണർന്നേ പറ്റൂ. നിങ്ങൾ ഏത് സ്ഥലത്തിരിക്കുന്നതെന്നൊന്നും എനിക്ക് വിഷയമല്ല, നിങ്ങളുടെ വിശ്വാസം ഉണരണം. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഈ പൗലോസാണ് ഏറ്റവും കൂടുതൽ വിശ്വാസത്തെക്കുറിച്ച് തന്നെ ലേഖനങ്ങൾക്കകത്ത് പഠിപ്പിച്ചത്. സ്തോത്രം. പൗലോസ്ലീഹ, സ്തോത്രം, റോമർക്ക് ലേഖനം എഴുതിയ സമയത്ത് 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നതെന്ന് പൗലോസ് അവിടെ കുറിച്ചിട്ടുണ്ട്. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. വിശ്വാസം വരണമെങ്കിൽ എന്തെങ്കിലും കേട്ടാ പറ്റത്തില്ല. വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാല. അവിശ്വാസം ഉണ്ടാകുന്നതും എങ്ങനാ? കേൾവി. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഒരുവന്റെ അകത്ത് വിശ്വാസം തലപൊക്കണമെങ്കിൽ അവന് വചനം കേൾക്കാൻ തയ്യാറാകണം. ഞാൻ വളരെ ദീർഘനേരം അവരോട് സംസാരിച്ചു. അവസാനം അവർ പറഞ്ഞു, ഞാൻ അവരോട് സംസാരിച്ചു, സ്തോത്രം, അമ്മേ,
അമ്മയുടെ മോള് നേഴ്സാകുമെന്ന് അമ്മ, സ്തോത്രം, ഒന്ന് വിശ്വസിക്കാമോ? ഞാൻ നോക്കിയപ്പോൾ ആ പെങ്കൊച്ച് അവിടെ ഫോണിൽ ഒരു ഫോട്ടോ എന്നെ കാണിക്കുക. അവൾ നേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട്, സ്തോത്രം, ഇങ്ങനെ നടക്കുന്നൊരു ഒരു ഫോട്ടോ അവൾ ഫോണെ ഉണ്ടാക്കി ഇട്ടേക്കുക. ഞാൻ പറഞ്ഞത് അമ്മയുടെ ഫോണിൽ കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. അത് മുമ്പിൽ ഇങ്ങനെ പ്രൊഫൈൽ പിക്ചറായിട്ടൊക്കെ ഇടുക. സ്തോത്രം. 2 ആഴ്ച കഴിഞ്ഞ്, സ്തോത്രം, എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഞാൻ ചോദിച്ചു, അമ്മ എങ്ങനെയുണ്ട്? ബ്രദറെ, ഒന്നും പറയണ്ട. ഞാൻ ചോദിച്ചു, എന്നാ? എൻ്റെ ആങ്ങളെ ഇന്നുവരെ എനിക്കൊരു ഉപകാരം ചെയ്തിട്ടില്ല. പക്ഷെ അവൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, മോളെ 3 വർഷവും പഠിപ്പിക്കാനുള്ള പൈസ ഒന്നിച്ചവൻ മോക്ക് കൊടുത്തു. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനൊരു ദൂത് നിന്നോട് പറയാം. ഇക്കരെ ഒരിടത്തുനിന്ന് ഇറങ്ങി അക്കരെ എത്താൻ കഴിയാതെ നടുക്കടലിൽ നീ ചുറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീസസ് അവിടെയാണ് നിന്റെ വിശ്വാസം തലപൊക്കേണ്ടത്. ഒന്നുമില്ലായ്മയെ നോക്കി വിശ്വാസം പറയാമോ? സാഹചര്യങ്ങളെ നോക്കി വിശ്വാസം പറയാമോ? പ്രതികൂലങ്ങളെ നോക്കി വിശ്വാസം പറയാമോ? നീ വിശ്വസിക്കുന്നത് പോലെ ചിലത് സംഭവിക്കുവാൻ പോകുകയാ. എത്ര പേര് ആമയും പറയാൻ പറ്റും? സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ ദൂതിനെ കൊണ്ടോ. അപ്പോൾ വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകുന്നത് എങ്ങനെയാണ്? കേൾവിയാലാണ്. എന്ത് കേൾക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്? ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം നിങ്ങൾക്ക് കാണാതറിയാം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് ഇവിടെ വന്നതെങ്കിൽ നിങ്ങളുടെ അകത്ത് വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ വിശ്വസിക്കണം ദൈവമുണ്ടെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ രൂപങ്ങളൊന്നും യേശുവിൻ്റെ വരച്ചു വെച്ചിട്ടില്ല. പക്ഷേ ദൈവം ഇവിടെ ഉണ്ട്. ഒരു ദൈവം ഇവിടെ ഉണ്ട്. ഒരു പൂ വിടർന്ന സ്മെല്ല് കൊണ്ടറിയാം ഇവിടെ പൂ വിടർന്നിട്ടുണ്ട്. ഒരു പെർഫ്യൂം കുപ്പി തുറന്നാൽ സ്മെല്ല് കൊണ്ടറിയാം പെർഫ്യൂം ഇവിടെ വന്നിട്ടുണ്ട്. ജീസസ്. ഒരാളിതിലെ നടക്കുന്ന കണ്ട രൂപം കൊണ്ടറിയാം നടക്കുന്നുണ്ട്. ഇന്ന് പകൽ ആത്മക്കണ്ണ് തുറന്നാൽ 7 നിലവിളക്കുകളുടെ നടുവിലൂടെ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചി പോലെ സുരമുള്ളവൻ, മുഖമൊരായിരം സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ ഇതിൻ്റെ നടുവിൽ നടക്കുകയാണ്. നമുക്ക് ഇച്ചിരൂടെ ഗ്രഹിക്കാം. നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് സാമ്പത്തികമാകാം, ആരോഗ്യമാകാം. ദൈവത്തിന് സ്തോത്രം. ചില ആൾക്കാരൊക്കെ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, സ്തോത്രം, ഈയിടെ ഒരമ്മ മോളെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മോക്ക് ക്യാൻസറാ പാസ്റ്ററെ എന്ന് പറയുകയും കുടുകുടാ കണ്ണുനീരൊഴുക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞു, അമ്മ ഭാരപ്പെടണ്ട. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നപ്പം മോള് കരഞ്ഞുകൊണ്ട് പറയുക, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. കഴിഞ്ഞ ആഴ്ച മോക്ക് ക്യാൻസറാന്ന് പറഞ്ഞ് അമ്മ കരഞ്ഞുകൊണ്ട് വന്നു. ഞാൻ 2 പേരോടും പറഞ്ഞു, 2 പേരും കരയണ്ട, നിങ്ങളെ 2 പേരെ സൗഖ്യമാക്കും. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനാണ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്നിവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ശരീരത്തിൽ ഏത് രോഗമുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവൻ. ആരെങ്കിലൊക്കെ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഇന്ന് എന്നെ യേശു സൗഖ്യമാക്കും. ഏത് രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കും. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഹല്ലേലൂയ, നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു സ്ഥലത്ത് വെച്ച് ഞാനൊന്ന് വീഴുവാനിടയായി. ഒരു സ്റ്റെയർ കേസിൻ്റെ വണ്ടേന്ന് താഴോട്ടിറങ്ങിയതാ. സ്തോത്രം. എൻ്റെ കാല് സ്ലിപ്പായിപ്പോയി. ഞാൻ നിരങ്ങി താഴെ വന്നു. സ്തോത്രം. അന്ന് തൊട്ട് എനിക്കൊരു വേദന ആരംഭിച്ചു. എനിക്ക് വണ്ടിയെ ഇരിക്കാൻ വയ്യ. വണ്ടിയെ ഇരുന്നില്ല, വണ്ടിയെ കിടന്നാ യാത്ര പോകുന്നു. എന്നാൽ കഴിഞ്ഞ തിരുവനന്തപുരത്തെ മീറ്റിങ്ങിനകത്ത് വെച്ച് ഒരു സ്ത്രീയുടെ സൗഖ്യത്തിന് വേണ്ടി അവരുടെ അടുക്കലേക്ക് ചെന്നു. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അവിടെ നടുവിൻ്റെ താഴെ ഒരു മുഴ കിടപ്പുണ്ട്, അത് സൗഖ്യമാക്കാൻ പോവാ. അവിടെ അടുക്കൽ ചെന്നപ്പം ദൈവം പറഞ്ഞു, ഞാൻ തൊട്ട് കഴിഞ്ഞു എന്ന് പറയുകയും എൻ്റെ വേദനയുള്ള ഭാഗത്തൊരു തൊടിയിൽ ഒന്നിച്ചു നടന്നു. ആ സ്പോട്ടിൽ ഞാൻ സൗഖ്യമായി. ഞാൻ എന്തിനായി ദൂത് പറയുന്നത് നിന്നോട്? നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ
നിന്റെ അകത്ത് വ്യാപരിക്കുന്ന നിത്യജീവൻ, വചനത്തിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ. സങ്കടപ്പെടുവൊന്നും വേണ്ട, സൗഖ്യമാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ എന്തോ വിശ്വസിക്കണം. വിശ്വാസമില്ലാതെ ഒരിക്കലും ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുത്തേ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എടുത്തേ. 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, ഞാൻ ദൂതിലോട്ട് പോവാണ്. 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പം യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരോട് ഞാൻ പറയാം, നമ്മളിൽ ജീവിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലത്രേ ഞാൻ ജീവിക്കുന്നത്. പറയാ, ഞാൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാ. പക്ഷെ എന്നാൽ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കണം. എത്ര പേർ റെഡിയാണ്? യേശുക്രിസ്തുവിലുള്ള. എനിക്ക് വിളിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ തടസ്സങ്ങളെല്ലാം ഇന്ന് തന്നെ വഴിമാറും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഓ ഹല്ലേലൂയ. നിന്നെ തകർക്കുന്ന എല്ലാ സ്പിരിറ്റും ഇന്നത്തെ ആരാധനയിൽ വഴിമാറും. പൗലോസ് പറയാ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചോളാൻ പറ. ഹല്ലേലൂയ. എനിക്കെന്തോ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, എല്ലാ വഴികളും അടയുമ്പം വിശ്വസിച്ചോ, നിനക്ക് വഴി തുറക്കും. മോശ ചെങ്കടലിൽ വിളർത്തിയ കാര്യം എബ്രായ ലേഖന കർത്താവ് എഴുതിയ കേൾക്കണോ? അവർ വിശ്വാസത്താൽ കരയിലെന്ന പോലെ കടലിലൂടെ നടന്നു. എവിടെ ഉണ്ടായത്? വിശ്വാസമാണ് ഉണ്ടായത്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം തോന്നു പറയാം, മുഴുവൻ വഴി അടഞ്ഞാലും നിനക്കൊരു വഴി അവിടെ ഉണ്ട്. നിന്റെ വീടിൻ്റെ അന്തരീക്ഷം വിശ്വാസത്തിന് മുമ്പിൽ മറിയാൻ പോവുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. എത്ര വലിയ മാരക രോഗം! ചില രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ വാക്ക് കേൾക്കുമ്പോഴേ നമുക്കറിയാം അവർ സൗഖ്യമാവുമെന്ന്. ചില വലിയ പ്രശ്നത്തിൽ അകപ്പെട്ട ആൾക്കാരുടെ വാക്ക് കേൾക്കുമ്പോഴേ അറിയാം അവരതിൽ നിന്ന് പുറത്തു വരുമെന്ന്. സാഹചര്യം നോക്കി സംസാരിക്കരുത്. ബൈബിളിൽ വായിക്കുക. അതേ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 3:11 ഏറ്റവും ഒടുവിൽ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. പൗലോസ് സ്തോത്രം എബ്രായ ലേഖന കർത്താവ് എഴുതുക, എൻ്റെ നീതിമാൻ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ജീവിക്കുന്നത് യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാ. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ചിലതൊക്കെ നിന്നെ വിശ്വാസത്തിന്റെ പേരിൽ പുറകോട്ട് വലിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പുറകോട്ട് പോകരുത്. നീ ഒരാൾ വിശ്വസിച്ചാൽ, നീ ഒറ്റയാൾ വിശ്വസിച്ചാൽ നിന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കും. ചില മനസ്സുകളെ ദൈവം വിശ്വസിക്കാൻ തക്കവണ്ണം സജീവമാക്കി എടുക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായി ദൂതിലോട്ട് വരാം. പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവനെൻ്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാന്ന് ഞാൻ ഉറച്ചിരിക്കുക. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ദൈവം അത്ര സ്ട്രോങ്ങാ. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ചിലരൊക്കെ ചോദിക്കത്തില്ലയോ, എടാ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇവന്റെ മുഖത്ത് ചിരിയാണല്ലോ. നിങ്ങൾ അറിയാത്ത ഒന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതെന്താ? ഈ സാഹചര്യങ്ങളെ ഞങ്ങൾ ജയിക്കുമെന്ന വിശ്വാസം. ഈ പൗലോസ് കൊരിന്തിലെ സഭയെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം, ആ വാക്യം നിങ്ങൾ ഇന്ന് കാണാതെ പഠിക്കണം. വാക്യത്തിലൂടെ നമുക്കൊന്ന് വരാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എടുത്ത് 2 കൊരിന്ത്യൻസ്
ചാപ്റ്റർ 4 4-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ, വിശ്വസിക്കുന്ന അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ പറയാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും സംസാരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്റെ വീട് മുഴുവൻ എതിരാകുമ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കും. എത്ര പേര് അതിന് ആമേൻ പറയും? സാഹചര്യങ്ങൾക്കെതിരെ വിശ്വാസം സംസാരിക്കാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തെ പിടിച്ചു കെട്ടാൻ ആർക്കും പറ്റുകയില്ല. നോക്കി, ഒരു സ്ത്രീ പറയുക, അവന്റെ വസ്ത്രം എങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാവും. അങ്ങനെ ആരും യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യമാകുന്നില്ല. അന്ന് വരെ രോഗി ചെന്ന് കാര്യം പറഞ്ഞ് സൗഖ്യമാവുക. ഇവക്ക് പറയാൻ പറ്റാത്ത രോഗം, അതുകൊണ്ട് അവൾ പറയാ, എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ ചെന്ന് തൊടും. നീ പറയുന്ന പോലെ ചിലത് സംഭവിക്കും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിനക്ക് ചിലത് വാക്കുകൾ ദൈവം തരും. ഞാൻ വിശ്വസിക്കുക, അതുകൊണ്ട് ഞാൻ സംസാരിക്കും. നാട്ടുകാരേക്കും, നീ ഏതർത്ഥത്തിലാണ് സംസാരിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കും. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? എനിക്കെന്തോ ദൈവാത്മാവ് ഒരുക്കി തരിക. ചില വീടിൻ്റെ അന്തരീക്ഷം മാറാൻ പോവാ. നിന്റെ വീട് തകരുമെന്ന് ചിലര് പറഞ്ഞെങ്കിൽ വിശ്വസിക്കുന്ന നീ സംസാരിക്കണം. എൻ്റെ വീട് തകരാൻ പോവുകയല്ല, എൻ്റെ വീട് ഉയരാൻ പോവുക. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ തകർക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. ഒത്തിരി പേര് തകർക്കാൻ വന്നു, ആരും തകർത്തില്ല. കാരണം എന്താ? അവർക്ക് തകർക്കാൻ പറ്റാത്ത വിശ്വാസ തലമാണ് നമ്മുടെ അകത്തുള്ളത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ധൈര്യമുണ്ട് നിന്റെ വീടിനെ നോക്കി വിശ്വാസം പ്രവചിക്കാൻ, നിന്റെ സന്തതിയെ നോക്കി വിശ്വാസം പറയാൻ. എത്ര പേര് തന്നെ അമ്മയും പറയും? ഒരിക്കലും എന്നോട് വളരെ സങ്കടപ്പെട്ട ഒരു മാതാവും പിതാവും വിളിച്ചിട്ടാണ് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മകന് എറണാകുളത്ത് പഠിക്കാനായിട്ട് പോയതാ. അവൻ ഈ കഞ്ചാവുമായിട്ട് ബിസിനസ്സുള്ള, കഞ്ചാവ് വലിക്കുന്ന കുറച്ച് പിള്ളേരുമായിട്ട് കൂട്ടുകെട്ടുണ്ട്. പാസ്റ്ററെ, എൻ്റെ കുഞ്ഞെവിടാന്ന് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും ഇന്ന് രാവിലെ കൊടുത്താ ഇതുവരെ ഒരറിവുമില്ല. മിനിഞ്ഞാന്ന് പോയതാ വീട്ടിൽ. ഞാൻ അപ്പനോട് അമ്മയോടും പറഞ്ഞ് മുട്ടുകുത്താവോ? ഞാനിപ്പോൾ മുട്ടുകുത്താം. നമുക്കൊന്നിച്ചു പറയാം, വിശ്വാസം പറയാം. മകൻ ഇന്ന് വൈകിട്ട് വരും, വീട്ടിൽ വരും, ഞങ്ങളോടിരുന്ന് രാത്രി ഡിന്നർ കഴിക്കും. ജീസസ് അമ്മി, ഞങ്ങൾ ഒന്നിച്ചൊന്ന് രാത്രി കുടുംബ പ്രാർത്ഥന നടത്തും. പറയാൻ പറഞ്ഞു. അപ്പൻ എന്നോട് ചോദിച്ചു, പാസ്റ്റേ അതെങ്ങനെ ശരിയാവുന്നേ? ആരും നോക്കിയിട്ട് ഇവരെ കണ്ടു കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ കണ്ണിലുണ്ടല്ലോ. അത് ശരിയാ. അങ്ങനെ വിശ്വാസം പറ. അവരെന്ന് വൈകിട്ട് 8:30 വരെ വിശ്വാസം പറ. രാത്രി 10:30 ആയപ്പോൾ ഒരു കുടുംബ പ്രാർത്ഥന നടത്താൻ നോക്കുമ്പോൾ ജീസസ് ഫ്രണ്ടിലെ കഥകൾ ആരാണ്ട് ചാരിയതുപോലെ കഥക് മെല്ലെ മെല്ലെ തുറന്നു വരുന്നു. നോക്കിയപ്പോൾ വാതുക്കൽ പോഹാമി, നാട്ടുകാർ മുഴുവൻ തപ്പിയിട്ട് കിട്ടാത്ത മോൻ വാതുക്കലിരിക്കുക. അപ്പനും അമ്മയും അവനെ അകത്തോട്ട് വിളിച്ചു കേട്ടിരുന്ന ഫോൺ വിളിച്ചു. ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ മറുപടി ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുക, പ്രബോധിപ്പിക്കുക. വിശ്വസിക്ക, ഈ വിശ്വസിക്ക, അതുപോലെ സംഭവിക്കും.